السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. ഏറ്റവും പ്രിയം നിറഞ്ഞ വിജ്ഞാന വിരുന്നിലെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഖൈറും ബറക്കത്തും റാഹത്തും നൽകട്ടെ. ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു തആല ശിഫ നൽകട്ടെ, പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ വിജ്ഞാന വിരുന്നിൽ സബഅൽ മുൻജിയാത്തിലെ 7 സൂറത്തുകളുടെയും ചർച്ച കഴിഞ്ഞു. ഇനി ചെറിയ സൂറത്തുകൾ മുതൽ ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മുമ്പ് അറിയിച്ചതുപോലെ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ വളരെ സ്പഷ്ടമായ രീതിയിൽ സൂറത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചു. മക്കിയായ സൂറത്തുകൾ അതിന്റെ സാഹിത്യവും അതിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും വളരെ ഗൗരവപ്പെട്ടതാണ്, ശക്തമായതാണ്. കാരണം ഹിജ്റക്ക് മുമ്പ് അവിടെയുണ്ടായിരുന്ന സാഹിത്യ പടുക്കളെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ വളരെ ശക്തമായ സാഹിത്യത്തോടുകൂടെയുള്ള പ്രയോഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിലാണ് അതിനെ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. 20 പേരുകൾ സൂറത്തുൽ ഇഖ്ലാസിന് ഉണ്ട് എന്ന് കാണാൻ കഴിയും. അത് ഇൻഷാ അല്ലാഹ് ഒന്ന് വേഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ഇത് മക്കിയായ സൂറത്താണ്. 4 ആയത്തുകളാണുള്ളത്. അതിൽ 15 കലിമത്തുകളുണ്ട്, വാചകങ്ങളുണ്ട്. മാത്രവുമല്ല 47 അക്ഷരങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ചുരുങ്ങിയത് 10 കൂലി ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ കിട്ടുമല്ലോ. അപ്പൊ 47 അക്ഷരമാണ് അതിലുള്ളത്. അപ്പൊ 470 കൂലി ഏതായാലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ നമുക്ക് ലഭ്യമാവും. അപ്പൊ അങ്ങനെയുള്ള മഹത്തായ ഒരു സൂറത്ത് ഇത് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ് ലഭ്യമാകുന്നത്. സൂറത്തുൽ ഇഖ്ലാസിൽ മുഴുവനായിട്ടും അള്ളാഹുവിന്റെ ഒരു അഡ്രസ്സാണ് പറയുന്നത്. അള്ളാഹു എങ്ങനെയുള്ളവനാണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ സൂറത്തിനെ അവതീർണമായിട്ടുള്ളത്. അത് ഇറങ്ങാനുള്ള ഒരു കാരണമുണ്ട്. ഖുറൈശികളായ ആളുകൾ, കുഫാരിങ്ങൾ, എല്ലാവരും മക്ക കുഫാരിങ്ങൾ ഒരുമിച്ച് കൂടി ആമിർ ബിൻ തുഫൈൽ, സൈദ് ബിൻ ഖൈസ് തുടങ്ങിയവരും അല്ലാത്തവരുമായ ആളുകൾ അവർ നബിയോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ്, മുഹമ്മദേ, സിഫ് ലനാ റബ്ബക മിൻ അയ്യി ശൈഇൻ ഹുവ അഹുവ മിൻ ദഹബ് അം മിൻ ഫിദ്ദ അം മിൻ ഹദീദ് അം മിൻ നുഹാസ്. അല്ലയോ മുഹമ്മദ് എന്നവരെ, നബിയോട് പറയാണ്, നിന്റെ റബ്ബ് ഏത് രീതിയിലുള്ളതാണെന്ന് ഞങ്ങൾക്കൊന്ന് വിശേഷിപ്പിച്ചു തരുമോ? അഹുവ മിൻ ദഹബ്, സ്വർണത്താലുള്ളതാണോ? അമ്മിൻ ഫിദ്ദ, അതോ വെള്ളിയാലുള്ളതാണോ? അമ്മിൻ ഹദീദ്, അതോ ഇരുമ്പിനാലുള്ളതാണോ? അമ്മിൻ നുഹാസ്, അതോ കോപ്പറാണോ, ചെമ്പാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറയാണ്, ഫഇന്ന ആലിഹതനാ, നിശ്ചയമായും ഞങ്ങളുടെ ഇലാഹുകൾ മിൻ ഹാദിഹിൽ അശ്യാ, ഒന്നിരിക്കൽ സ്വർണം, ഒന്നിരിക്കൽ വെള്ളി, ഒന്നിരിക്കൽ ഇരുമ്പ്, ഒന്നിരിക്കൽ ചെമ്പ്, ഇങ്ങനെയാണ് ഞങ്ങളുടെ ദൈവങ്ങൾ. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്ങനെയാണെന്നറിയുമോ? ഹുവ ലാ യശ്ബഉ ശൈആ,
എന്റെ റബ്ബ് ഒന്നിനോടും സദൃശ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നബിയെ നിങ്ങൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഈ സൂറത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ ഒരു അഡ്രസ്സാണ്. ഇതിന് ഓരോ കാരണങ്ങൾ വെച്ച് വിവിധങ്ങളായ പേരുകൾ പറയുന്നുണ്ട്. സൂറത്തു തഫ്രീദ് എന്ന് പേരുണ്ട്, സൂറത്തു തജ്രീദ് എന്ന് പേരുണ്ട്, സൂറത്തു തൗഹീദ് എന്ന് പേരുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേരുണ്ട്, സൂറത്തുൽ നജാത്ത് എന്ന് പേരുണ്ട്, സൂറത്തുൽ വിലായ എന്ന് പേരുണ്ട്, സൂറത്തുൽ നിസ്ബ എന്ന് പേരുണ്ട്, സൂറത്തുൽ മഅരിഫ എന്ന് പേരുണ്ട്, സൂറത്തുൽ ജമാൽ, സൂറത്തുൽ മഖശ്കിഷ എന്ന് പേരുണ്ട്, സൂറത്തുൽ സമദ് എന്ന് പേരുണ്ട്, സൂറത്തുൽ മുഅവ്വിദത്ത് എന്ന് പേരുണ്ട്, സൂറത്തുൽ അസാസ് എന്ന് പേരുണ്ട്, സൂറത്തുൽ മാനിഅ എന്ന് പേരുണ്ട്, സൂറത്തുൽ മഹ്ളർ എന്ന് പേരുണ്ട്, സൂറത്തുൽ മുനഫിറ എന്ന് പേരുണ്ട്, സൂറത്തുൽ ബറാഅ എന്ന് പേരുണ്ട്, സൂറത്തുൽ മുദക്കിറ എന്ന് പേരുണ്ട്, സൂറത്തുൽ നൂർ എന്ന് പേരുണ്ട്, സൂറത്തുൽ അമാൻ എന്ന് പേരുണ്ട്. ഈ ഓരോ പേരുകളും ആ സൂറത്തിന്റെ ഓരോ മഹത്വങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. അത് വിശദീകരിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, ലാ തനാമി ഹത്താ തഅമലി അർബഅത അശ്യാ. അല്ലയോ ആയിഷ, 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുത്. ഹത്താ തഖ്തമീൽ ഖുർആന وحتى تجعل الأنبياء لك شفعاء يوم القيامة وحتى تجعل المسلمين راضين عنك وحتى تفعلي حجة وعمرة. فدخل عليه الصلاة والسلام فبقيت على الفراش حتى أتم الصلاة. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയോട് പറയാണ്, ആയിഷ, 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുത്. ഖുർആൻ മുഴുവനും ഖതം തീർക്കാതെ ഉറങ്ങരുത്. മാത്രമല്ല, അമ്പിയാക്കൾ മുഴുവനും ഖിയാമത്ത് നാളിൽ നിനക്ക് ശുപാർശകനായിട്ടല്ലാതെ ഉറങ്ങരുത്. മാത്രമല്ല, മുസ്ലിമീങ്ങൾ എല്ലാവരും നിന്നോട് തൃപ്തിയുള്ളവരായിട്ടല്ലാതെ ഉറങ്ങരുത്. മാത്രമല്ല, നീ ഒരു ഹജ്ജും ഉംറയും ചെയ്യാതെ ഉറങ്ങരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയുകയാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ എങ്ങനെ അത്ഭുത പരതന്ത്രയായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക? അപ്പോൾ നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മി, എന്റെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് ദണ്ഡമാവട്ടെ. അമർതനി ബി അർബഅതി അശ്യാ ലാ അഖ്ദുറു ഫീ ഹാദിഹി സ്സഅ അൻ അഫ്അലഹാ. 4 കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, അത് ഈ സമയത്തിൽ എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ കഴിയുക? അതിന് കഴിയില്ലല്ലോ. അപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇദാ ഖറഅതി ഖുൽ ഹുവല്ലാഹു അഹദ്, നീ ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം ഓതിയാൽ ഫകഅന്നകി ഖതംതിൽ ഖുർആന, ഖുർആൻ മുഴുവനും തീർത്തവളെ പോലെയായി. വഇദാ സല്ലൈതി അലയ്യ വഅലൽ അംബിയാഇ മിൻ ഖബലി, എന്റെ മേലിലും എന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പേരിലും നീ സ്വലാത്ത് ചൊല്ലിയാൽ ഫഖദ് സുർനാ ശുഫാഉൽ ലകി യൗമൽ ഖിയാമ, ഞങ്ങള് നിന്റെ മേൽ ശുപാർശകരായിട്ട് നാളെ വരുന്നതാണ്. വഇദസ്തഗ്ഫർതി ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നീ പൊറുക്കലിനെ തേടിയാൽ ഫകുല്ലുഹും റാമൂന അൻകി, നിന്നെ തൊട്ടവർ തൃപ്തിയുള്ളവരാണ്. വഇദാ ഖുൽതി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹജ്ജ് ചെയ്തവളെ പോലെയായി, ഉംറ ചെയ്തവളെ പോലെയായി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതിൽപ്പെട്ടതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം ഉറങ്ങുന്നതിന് മുമ്പ്. ഓരോ പ്രഭാതത്തിലും സുബഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഇതിനെ നമ്മൾ ഓതുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സംരക്ഷണങ്ങൾ ലഭ്യമാണ് എന്ന് ഹദീസിൽ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ബഅദ സ്വലാത്തിൽ ഗദ്, ആരെങ്കിലും സുബഹി നിസ്കാരത്തിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ 10 മററാത്ത്, 10 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് സുബഹി നിസ്കാരത്തിന് ശേഷം ഓതിയാൽ ലം യസുൽ ഇലൈഹി ദംബുൻ വഇൻ ജഹദഹു ശൈത്താൻ,
ശൈത്താൻ പരിശ്രമിച്ചാൽ പോലും അവനിലേക്ക് ദോഷം എത്തുകയില്ല എന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ 3 പ്രാവശ്യം ഓതിയാൽ തന്നെ ഖുർആൻ മുഴുവനായിട്ട് ഓതിയതുപോലെയാകുമല്ലോ. അപ്പൊ 10 പ്രാവശ്യം ഓരോ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മൾ ഓതിയാൽ അത് വലിയ പ്രാധാന്യം നമുക്കുള്ളതാണ്. ദോഷങ്ങൾ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ നല്ലതാണ്. കിടക്കുന്ന സമയത്ത് അത് ഓതിയിട്ട് കയ്യിൽ ഓതിയിട്ട് ശരീരം മുഴുവനും തടവുന്നതും നല്ലതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത്തുൽ ഇഖ്ലാസ് മഅൽ മുഅവ്വിദതൈനി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതുമായിരുന്നു. വയംഫുതു അലാ യദൈഹി, എന്നിട്ട് 2 കൈയിലേക്കും ഊതുമായിരുന്നു. വയംസഹു ബിഹിമാ അലാ ജസദിഹി ഇൻദൻ നൗമി, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്നിട്ട് ശരീരം മുഴുവനും തടവുമായിരുന്നു. ഇദാ കാന വജഅൻ, വേദനയുണ്ടായാൽ. മാത്രമല്ല വയഅ്മുറു ബിദാലിക, അങ്ങനെ തടവാൻ വേണ്ടിയും ചെയ്യാൻ വേണ്ടിയും നബി കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അത്രയും പ്രാധാന്യം നമ്മുടെ സൂറത്തുൽ ഇഖ്ലാസിന് ഉണ്ട് എന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കി. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പൊതുവെ നമ്മൾ എല്ലാവരും പറയപ്പെടും. എന്താണ് ഇഖ്ലാസ് എന്ന പദത്തിന് അർത്ഥം? നിഷ്കളങ്കത എന്നാണ്. നിഷ്കളങ്കത, ഇഖ്ലാസ്, ആത്മാർത്ഥത, നിഷ്കളങ്കത എന്നൊക്കെ അർത്ഥം പറയുമ്പോൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങളിൽ വരെ എടുത്തു നോക്കിയാൽ ഇഖ്ലാസിന് അർത്ഥം പറഞ്ഞത് കാണാം. അതിന്റെ ഡെഫിനിഷൻ, താരീഫ് പറഞ്ഞതായിട്ട് കാണാം. ചെയ്യുന്ന ആരാധന കൊണ്ടുള്ള ഉദ്ദേശം റബ്ബിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കലാണ്. അപ്പോഴാണ് ഇഖ്ലാസ്, അപ്പോഴാണ് നിഷ്കളങ്കമായിട്ടുള്ള ഇബാദത്തായി മാറുന്നത്. ഇതിന് ഒരുപാട് മഹത്വങ്ങൾ നബിവചനങ്ങളിലൂടെ ഇനിയും നമുക്ക് പറയാനുണ്ട്. അതിൽ ഒന്നുകൂടെ പറയട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളിയാണല്ലോ ഖുബാ പള്ളി എന്ന് പറഞ്ഞാൽ. അവിടെ ആദ്യമായി നിർവഹിച്ച പള്ളിയാണല്ലോ ഖുബാ പള്ളി. ഖുബാ പള്ളിയിലെ ഇമാം നമസ്കാരത്തിൽ ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിനു മുമ്പായി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതൽ പതിവായിരുന്നു. ഖുബാ പള്ളിയിലെ ഇമാമ് ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും അതിനു മുമ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതും. എല്ലാ റക്അത്തിലും ഇങ്ങനെ തന്നെ അദ്ദേഹം ചെയ്തു വന്നു. ഇതിനെക്കുറിച്ച് ജനങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറയാണ്, നിങ്ങൾ ഒന്നുകിൽ ഈ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ ഒന്നുകിൽ ഈ സൂറത്ത് മാത്രം ഓതുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് വേറെ സൂറത്ത് ഓതുക. അദ്ദേഹം മറുപടി പറയാണ്, ഞാൻ ഇപ്രകാരം മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇമാമത്ത് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോളൂ, നിങ്ങൾക്ക് വേറെയാളെ ഇമാമത്ത് നിർത്താം. എന്നാൽ അദ്ദേഹത്തിന്റെ യോഗ്യത കണക്കിലെടുത്തുകൊണ്ട് അവർ അദ്ദേഹത്തെ പിരിച്ചുവിട്ടില്ല, അദ്ദേഹത്തെ കൈവിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിൽ ഈ പരാതിയുമായി അവർ ചെല്ലുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇമാമിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഈ കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ കൂട്ടുകാരുടെ ആവശ്യം വകവെക്കാതെ എല്ലാ റക്അത്തിലും ഈ സൂറത്തിനെ നിങ്ങൾ ഓതുന്നുണ്ടല്ലോ, മുറുകെ പിടിക്കുന്നുണ്ടല്ലോ, അതിനുള്ള കാരണം എന്താണെന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ അതിനെ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു നബിയേ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, താങ്കൾക്ക് അതിനോടുള്ള ഇഷ്ടം താങ്കളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ അതിനോടുള്ള ഹുബ്ബ് അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ് എന്ന് വരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആ ഇമാമിനോട് അറിയിച്ചു. സൂറത്തിന്റെ ആയത്തുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ നമുക്ക് ഈ സൂറത്തൊന്ന് ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് ഈ ക്ലാസ്സിൽ നമുക്ക് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഈ സൂറത്തിനെ ഓതാൻ ഞാൻ തുടങ്ങുന്നു. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അഹദ്,
കാര്യം അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സ്വമദ്, അല്ലാഹു ആരോടും ഒരു നിലക്കും ആശ്രയമില്ലാത്തവനാണ്. സർവചരാചരങ്ങളും അവനെ ആശ്രയിക്കുന്നവരുമാകുന്നു. അല്ലാഹു സ്വമദ്, അല്ലാഹു നിരാശ്രയനാണ്. ലം യലിദ്, അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ സന്താനമായി ആർക്കും ജനിച്ചിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യനായി ആരും തന്നെ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ഇതാണ് അതിന്റെ ചുരുങ്ങിയ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇനി അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ 5ഓളം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.